ഇലാഹി സ്മരണയുടെ പാലാറിൽ നീന്തിത്തുടിക്കുന്ന സൂഫിയാക്കൾ. എക്കാലത്തും സൂഫിയാക്കൾ അനുവർത്തിച്ചു വരുന്നൊരു കാര്യമാണല്ലോ വൈകേടിലായി പോകുന്ന സമൂഹത്തെ സതുപദേശം ചികിത്സ നടത്തുക എന്നത്. അത്തരത്തിൽ അബ്ദുൽ ഖാദർ ചമസ്താൻ അവറുകളുടെ ആത്മീയ ഉപദേശം നിറഞ്ഞ വിരുദ്ധത്തിൽ നിന്ന് അല്പം നമുക്ക് കേട്ടു നോക്കാം. നീ നിന്റെ ഹൃദയം നാശത്തിലാക്കിയല്ലോ മനുഷ്യ. നിന്റെ ഈ വമ്പത്തരവും കർവുമെല്ലാം മരണം വരെ മാത്രമാണെന്ന് നീ ഓർക്കണേ. വൻപിയെ ചുമந்து പേരുകളൊക്കെയും ഹലാക്കില വമ്പൊടുക്കുവോർ ബലം മൗതതോടടുക്കല. വൻപിയെ ചുമந்து പേരുകളൊക്കെയും ഹലാക്കില വമ്പൊടുക്കുവോർ ബലം മൗതതോടടുക്കല. താഞ്ചുനോബ് ചുറ്റിയ ഹിജാബിനാലും വാഫില. താഞ്ചുനോബ് ചുറ്റിയ ഹിജാബിനാലും വാഫില. താണ് താണ് തൗബ കൊണ്ട് തമ്പുരാ താണ് താണ് തൗബ കൊണ്ട് തമ്പുരാനെ തേടുന്നേ. വൻപിയെ ചുമந்து വൻപിയെ ചുമந்து പേരുകളൊക്കെയും ഹലാക്കില വമ്പടുക്കുവോർ ബലം മൗതതോടടുക്കല. ചെയ്തുപോയ തിന്മയുടെ കാഠിന്യത്തിൽ നിന്റെ ഹൃദയം കരുത്തിലുണ്ട്. നന്മയിലേക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാതെ നീ അശ്രദ്ധവാനായിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, നീ നിന്റെ നാഥനിലേക്ക് താണുകയാണ് തൗബ ചെയ്തു മടങ്ങിക്കോ എന്ന് ഇച്ഛ നമ്മെ ഉപദേശിക്കുകയാണ്. പൊന്നു വെള്ളി രത്നവും ഫലം പിടിത്തിടാത്ത നാൾ. പൊന്നു വെള്ളി രത്നവും ഫലം പിടിത്തിടാത്ത നാൾ. അന്ന് തந்த പിള്ളകൾ ഉദക്കമറ്റ മൗത്ത് നാം. അന്ന് തந்த പിള്ളകൾ ഉദക്കമറ്റ മൗത്ത് നാം. വൻപിയെ ചുമந்து വൻപിയെ ചുമந்து പേരുകളൊക്കെയും ഹലാക്കില വമ്പടുക്കുവോർ ബലം മൗതതോടടുക്കല. അന്നേ ദിവസം എന്ന് തന്നെ ദണ്ഡം ചെയ്താലും ഉപകരിക്കാത്ത അന്ത്യനാൾ. അന്നേ തந்த പിള്ളകൾ അഥവാ നിന്റെ സഹോദരങ്ങൾ, നിന്റെ സന്താനങ്ങൾ, നിന്റെ സഹോദരങ്ങൾ ആരും തന്നെ നിനക്ക് ഉദക്കം ചെയ്യുകയില്ല, അഥവാ നിനക്ക് ഉപകാരം ചെയ്യുകയില്ല. അതുകൊണ്ട് മോനെ, നീ നിന്റെ നാഥനിലേക്ക് താണുകയാണ് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് ഇച്ഛ ഉപദേശിക്കുകയാണ്. അങ്ങനെ നീ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ മുന്നിലുള്ളത് ഹബീബായ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളുടെ ആത്മീയ അനുരാഗം ചാലിച്ച മറ്റൊരു വ്യക്തി നമുക്ക് കേട്ടു നോക്കാം. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില. സിറിന് സിറ് പെരുമാ. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില. സിറിന് സിറ് പെരുമാ. സുബ്ഹാനവന്റെ മറനീക്കി പടച്ച തടി. സർദാർ ഇമാം റഹ്മാൻ. സർദാർ ഇമാം അല്ലാഹുവിന്റെ പരമരഹസ്യത്തിലുള്ള ഒരു രഹസ്യമാണ് ഹബീബായ തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇച്ഛ തുടങ്ങുന്നത്. ആ ഹബീബായ തങ്ങളുടെ മാത്രമല്ല അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ 70,000 നൂറാനത്ത് കൊണ്ടുള്ള വറകളുണ്ട്. ആ വറകളെല്ലാം കടന്ന് ഒരു കൗസാനിയത്ത് അഥവാ ഒരു അമ്പുമില്ലും എത്രമേൽ അടുത്തു നിൽക്കുന്നുവോ അത്രമേൽ അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ ഹബീബായ തങ്ങളെ പറഞ്ഞുകൊണ്ട് ഇച്ഛ നമുക്ക് പറഞ്ഞു തരികയാണ്. കൽബണ്ടവൻ പലതിൽ അതിപാദശാക്ക് ദാനം വാരിക്കൊടുക്കും ദർബാർ. കൽബാണ് ഒരു മനുഷ്യന്റെ സാമ്രാജ്യം. അത് നന്നായാൽ എല്ലാം നന്നാവും, അത് മോശമായാൽ വിപരീത ഫലം ചെയ്യും.
ആ കൽബ് അഥവാ കൽബാണ് രാജാക്കന്മാർക്കും അതിപാരിശർക്കും ധനം നൽകുന്നത്. ആ ധനം എന്ന് പറഞ്ഞത് അറിവും നിറവും ആത്മീയവുമാണ്. ആ ധനം ഹബീബായ തങ്ങളുടെ ദർബാറിനെ കുറിച്ചാണ് ഇച്ച പറഞ്ഞു തരുന്നത്. കൽബണ്ടവൻ പലതില്ലതിപാത് വാക്കുദാനം വാരിക്കൊടുക്കും വാഴി പറന്ന തടി ബദറുൽ മുനീറിലും വാതിൽ പറന്ന തടി ബദറുൽ മുനീറിലും ബഹദൂർ രാജ ഉലമാ ബഹദൂർ രാജ ഉലമാ. ആകാശവും കടന്ന് ഹബീബായ തങ്ങൾ അറിവാളന്മാർക്കെല്ലാം രാജാവാണെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഹബീബായ തങ്ങളുടെ കരം പുണർന്ന് സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.